നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇത് ഹിന്ദു ന്യൂസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ആർട്ടിക്കിൾസ് ആണുള്ളത്. ഈ 4 ഈ പറഞ്ഞ പോലെ ഏകദേശം പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾ തന്നെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് ടോപ്പിക് മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. സോ മണി ബില്ല് എന്ന് പറയുമ്പോഴേക്കും പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് കാരണമായതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ആ ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പിക് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അഥവാ WPI ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. സോ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ വിലക്കയറ്റം ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് WPI എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ CPI ഡേറ്റയെ കുറിച്ച് പഠിച്ച് ഓർക്കുന്നുണ്ടാവും. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ചിട്ടും ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഒക്കെ അല്ലെങ്കിൽ കോർ ഇൻഫ്ലേഷൻ ഒക്കെ നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടാവും. ഇത് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മെഷർ ചെയ്യുന്ന മറ്റൊരു ഇൻഡെക്സ് ആണ്, മീൻസ് ഇൻഫ്ലേഷനെ മെഷർ ചെയ്യുന്ന മറ്റൊരു ഇൻഡെക്സ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ആ WPI എന്താന്നുള്ള കാര്യം വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത് എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കുന്നതുകൊണ്ടാണ് WPI നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പെർസ്പെക്റ്റീവിൽ പഠിക്കാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ ടോപ്പിക് റുപ്പി റൂബിൾ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. റുപ്പി റൂബിൾ എന്ന് പറയുമ്പോഴേക്കും റൂബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം റഷ്യയുടെ സ്വന്തം കറൻസിയാണ്. അപ്പം റുപ്പി എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയുടെ എങ്ങനെയാണോ കറൻസി ആയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ റഷ്യയുടെ അവരുടെ സ്വന്തം കറൻസിയാണ് റൂബിൾ എന്ന് പറയുന്നത്. അപ്പൊ റീസെന്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ വാർത്തയിലേക്ക് കേട്ടിട്ടുണ്ടാവും. റീസെന്റ് അല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഈ പറഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ റഷ്യ ഈ പറഞ്ഞ പോലെ ഉക്രൈൻ ആക്രമിച്ച സമയത്ത് ലോകരാജ്യങ്ങളൊക്കെ തന്നെ, ലോകരാജ്യങ്ങൾ എന്ന് പറയുന്നത് എസ്പെഷ്യലി അമേരിക്ക അല്ലെങ്കിൽ മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ തന്നെ റഷ്യക്ക് ഈ പറഞ്ഞ പോലെ എക്കണോമിക് സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ട്രേഡിന്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരുപാട് നിബന്ധനകൾ അല്ലെങ്കിൽ സാങ്ഷൻസ് ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ടൈമിൽ നമ്മുടെ ഒരു ഓൾ വെതർ ഫ്രണ്ട് ആണല്ലോ, ഇന്ത്യയുടെ ഒരു ഓൾ വെതർ ഫ്രണ്ട് ആണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ റഷ്യയുമായിട്ട് ട്രേഡ് നടത്താനായിട്ട് ഈ പറഞ്ഞ പോലെ ഇന്ത്യയും റഷ്യയും തമ്മിൽ ചേർന്ന് എടുത്ത ഒരു എഗ്രിമെന്റ് ആണ് റുപ്പി റൂബിൾ എഗ്രിമെന്റ്. അതായത് അതിനു മുമ്പ് വരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത്, അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് ഒക്കെ തന്നെ നമ്മൾ ട്രേഡ് നടത്താറുണ്ട്. അപ്പോൾ ഈ ട്രേഡിനൊക്കെ തന്നെ സെറ്റിൽമെന്റ് നമ്മൾ ഡോളറിന്റെ രൂപത്തിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ബട്ട് ഈ റുപ്പി റൂബിൾ എഗ്രിമെന്റ് വന്നതിന് ശേഷം നമ്മൾ എങ്ങനെ അയച്ചു, ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും ഏതെങ്കിലും വസ്തുക്കൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ റുപ്പിയിൽ തന്നെ നമ്മുടെ സ്വന്തം കറൻസിയിൽ പേയ്മെന്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇരു രാജ്യങ്ങളിലേക്കും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചു, ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും അവർക്ക് സ്വന്തം ഡോളറിന് പകരം അവരുടെ സ്വന്തം കറൻസിയായ റുപ്പിയെയും റൂബിളിനെ ഉപയോഗിക്കുന്നുള്ളതിനാണ് ഈ എഗ്രിമെന്റ്. വിശദമായിട്ട് നമുക്ക് ആ ആർട്ടിക്കൽ എടുക്കുമ്പോഴേക്കും വിശദമായിട്ട് അത് പഠിക്കാനായിട്ട് സാധിക്കും. സോ അതും എക്കണോമിക്സ് പെർസ്പെക്റ്റീവ് ഡിസ്കസ് ചെയ്യുന്ന കാരണം ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ വന്നിട്ടുണ്ട്. ഈ ഒരു 2024-25 ഫിനാൻഷ്യൽ ഇയറിന്റെ ഫസ്റ്റ് ക്വാർട്ടറിന്റെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ Q3, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 2023-24 ഫിനാൻഷ്യൽ ഇയറിന്റെ Q4 ലാസ്റ്റ് ക്വാർട്ടർ, ജനുവരി ഫെബ്രുവരി മാർച്ച് അടങ്ങുന്ന ലാസ്റ്റ് ക്വാർട്ടറിന്റെ ട്രേഡിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം ഈ വർഷത്തെ 24-25 ഫിനാൻഷ്യൽ ഇയറിന്റെ ഫസ്റ്റ് ക്വാർട്ടറിന്റെ ഡേറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് വിശദമായിട്ടും ആ ടോപ്പിക്കിനകത്ത് പഠിക്കാം. അതും തീർച്ചയായിട്ടും എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് ഈ 4 ടോപ്പിക്കും വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ഇതിൽ നിന്ന് പ്രിലിംസ് MCQ കൂടെ സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഫസ്റ്റ് ടോപ്പിക് ആണ് ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2 പെർസ്പെക്റ്റീവിൽ ഒരു ആർട്ടിക്കിൾ ആണ് സുപ്രീം കോർട്ട് ടു ലുക്ക് ഇൻ ടു ദ യൂസ് ഓഫ് മണി ബിൽസ് ടു പാസ് ലോസ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വിശദമായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ആർട്ടിക്കിൾ ആസച്ച് വളരെ ചെറുതാണ്, പക്ഷേ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വാർത്ത വായിക്കുമ്പോൾ അതിനകത്ത് കീ വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കീ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? മണി ബില്ലാണ്. അപ്പൊ ഈ മണി ബില്ല് എന്നുള്ള കാര്യമാണ് നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റ് കൃത്യമായിട്ടും പഠിച്ച് മനസ്സിലാക്കേണ്ടത്. എന്താണ് മണി ബില്ല് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ടും പഠിക്കേണ്ടതായിരുന്നു. അപ്പൊ ഇനി ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് മണി ബില്ലുകൾ എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് കൂടുതൽ അധികാരമുള്ളത് നമ്മുടെ ലോക്സഭയ്ക്കാണ്. രാജ്യസഭയ്ക്ക് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ 14 ദിവസം മാക്സിമം പോയി കഴിഞ്ഞാൽ 14 ദിവസം ഈ ബില്ല് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ. അതിന്മേൽ വേണമെങ്കിൽ സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷേ അതിനകത്ത് സജഷൻസ് മാറ്റാനായിട്ടോ അല്ലെങ്കിൽ രാജ്യസഭ പറയുന്ന സജഷൻസ് കേൾക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആരാണ്? ലോക്സഭയാണ്. ഇപ്പം ലോക്സഭയ്ക്ക് വേണമെങ്കിൽ ഈ രാജ്യസഭ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം, കേൾക്കാതിരിക്കാം. ഇനി 14 ദിവസം അപ്പുറത്തേക്ക് ഇവർ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, രാജ്യസഭ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ബില്ല് ലോക്സഭ എങ്ങനെയാണോ രാജ്യസഭയ്ക്ക് കൈമാറിയ ആ രൂപത്തിൽ തന്നെ ഇത് ഇവർ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബില്ല് പാസ്സാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് മണി ബില്ലുകളുടെ കാര്യത്തിൽ കൂടുതൽ അധികാരം ആർക്കാണ്? ലോക്സഭയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പം റീസെന്റ് പറയുവാണെങ്കിൽ, റീസെന്റ് കുറച്ച് നാൾക്ക് മുമ്പ്, മീൻസ് കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ തന്നെ സർക്കാർ മണി ബില്ലുകളുടെ രൂപത്തിലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മണി ബില്ലുകളുടെ രൂപത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ലോക്സഭയിൽ അത് പാസ്സായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യസഭയുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല. അതിന് ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് പാർലമെന്റ് ഒന്നാകെ പാസ്സാക്കി എടുത്തതായിട്ട് കണക്കാക്കാൻ സാധിക്കും. ഇപ്പൊ എസ്പെഷ്യലി പറയുവാണെങ്കിൽ PMLA ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിനകത്ത് ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതും മണി ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ടാണ്. ഫിനാൻസ് ആക്ട് ഓഫ് 2017 കൊണ്ടുവന്നത് മണി ബില്ലായിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആധാർ ആക്ട് 2016 ആണെങ്കിലും ഗവൺമെന്റ് അവതരിപ്പിച്ചത് ഏത് രൂപത്തിലാണ്? മണി ബില്ലിന്റെ രൂപത്തിലാണ് അവതരിപ്പിച്ചത്.
അപ്പൊ ഇങ്ങനെ ഒരു ബില്ലിനെ മണി ബില്ലുകളുടെ രൂപത്തിൽ അവതരിപ്പിക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ അന്തിമമായ തീരുമാനം എടുക്കുന്ന സ്പീക്കർ, ലോക്സഭയുടെ സ്പീക്കറാണ് അത് സർട്ടിഫൈ ചെയ്യുന്നത്. ഈ ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ലാസ്റ്റ് മീൻസ് അന്തിമ വാക്ക് ലോക്സഭയുടെ സ്പീക്കറിന്റെ കൈകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം പല കാര്യങ്ങളിലും ഇപ്പം ജുഡീഷ്യൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ജുഡീഷ്യറിക്ക് പരിശോധിക്കാനായിട്ടുള്ള അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് ലോക്സഭാ സ്പീക്കർ ഫൈനൽ വെർഡിക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്മേൽ സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എസ്പെഷ്യലി ആധാർ ആക്ട് 2016 പാസ്സായിട്ട് കഴിഞ്ഞപ്പോഴേക്കും വലിയ രീതിയിൽ ചർച്ചകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 2023 സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് പരിശോധിക്കാമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ബില്ല് ലോക്സഭയുടെ സ്പീക്കർ മണി ബില്ലാണ് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അന്തിമമാണോ, അതോ ഇനി അതിന്റെ ആ കാര്യങ്ങളിൽ സുപ്രീം കോടതി കറക്ഷൻസ് വരുത്താൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളിൽ സുപ്രീം കോടതി പരിശോധന നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു 5 ബെഞ്ച് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് 5 അംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിനെ രൂപീകരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇപ്പോഴും ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മീൻസ് ഇതിങ്ങനെ നടത്താൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഹിയറിംഗ് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിനകത്ത് വന്നിരിക്കുന്ന ബേസിക് വാർത്ത എന്ന് പറയുന്നത്. അതാണ് ഈ ഹെഡ്ലൈൻ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. സുപ്രീം കോർട്ട് ടു ലുക്ക് ഇൻ ടു ദ യൂസ് ഓഫ് മണി ബിൽ ടു പാസ് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതാണ് ഇത്രയും ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇത് മണി ബില്ലുകൾ. അതിനകത്ത് ഏറെക്കുറെ പ്രൊവിഷൻസ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്ക് വിശദമായിട്ട് ഒന്നുകൂടെ നോക്കാം. So money bill is a type of legislation that relates to the appropriation of money from the consolidated fund of India. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഫണ്ടുകൾ നമ്മൾ മെയിൻലി 3 രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട്, ഈ പറഞ്ഞ പോലെ കണ്ടിജൻസി ഫണ്ട് ഉണ്ട്, then ഈ പറഞ്ഞ പബ്ലിക് ഫണ്ട് ഓഫ് ഇന്ത്യ ഉണ്ട്. സോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ 3 തരം ഫണ്ടുകൾ മെയിൻലി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഒട്ടുമിക്ക ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ ഏറെക്കുറെ വന്നും പോയി ഇരിക്കുന്ന ഇതിനകത്ത് ഏത് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടാണ്. സോ ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റങ്ങൾ വരും, മീൻസ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പൈസ എടുക്കാനായിട്ടോ ഒക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ മണി ബില്ലിന്റെ രൂപത്തിൽ അവതരിപ്പിക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെയാണ് മണി ബിൽസ് ആർ ടിപ്പിക്കലി റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മണി ബില്ലിനകത്ത് പൊതുവിൽ അവതരിപ്പിക്കപ്പെടാറുള്ളത്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ടാക്സേഷനിൽ വരുത്തുന്ന മാർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, പബ്ലിക് ഡെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് മീൻസ് എല്ലാക്കുറയും ഫിനാൻഷ്യൽ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് മണി ബില്ലായിട്ട് സർക്കാർ ഇവിടെ അവതരിപ്പിക്കുന്നത്, പാർലമെന്റ് അവതരിപ്പിക്കുന്നത്. മണി ബില്ലിനെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 110 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആർട്ടിക്കിളിനകത്താണ് മണി ബില്ലുകളെ കുറിച്ച് വിശദമായിട്ടും ഗവൺമെന്റ് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഓർക്കണം, ഇതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് പാർലമെന്റിൽ മണി ബില്ലുകൾ പാസ്സാക്കേണ്ടത് തുടങ്ങിയ പ്രൊവിഷൻസ് ഒക്കെ പറയുന്നുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, മണി ബിൽസ് ക്യാൻ ഓൺലി ബി ഇൻട്രൊഡ്യൂസ് ഇൻ ദ ലോക്സഭ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ. മണി ബില്ല് ഇവിടെ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ, മീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടത് ലോക്സഭയിൽ മാത്രമാണ്, അല്ലാണ്ട് ആദ്യം കൊണ്ടുപോയി മണി ബിൽ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല, രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ലോക്സഭയിൽ അത് പാസ്സാക്കിയതിന് ശേഷം, മീൻസ് ഇവിടെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് തന്നെ പ്രസിഡന്റ് റെക്കമെൻഡേഷനോടുകൂടിയാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ഇനി ലോക്സഭയിൽ അവതരിപ്പിച്ചു, അത് അവിടുന്ന് പാസ്സായതിനു ശേഷമാണ് അത് എങ്ങോട്ടേക്ക് മാറുന്നത്? രാജ്യസഭയിൽ. ലോക്സഭയിൽ നിന്നും ആ കമ്പോണന്റ് ആ ഒരു ബില്ല് രാജ്യസഭയിലേക്ക് മൂവ് ചെയ്യും. രാജ്യസഭയ്ക്ക് ഇതിന്മേൽ ലിമിറ്റഡ് പവേഴ്സ്, രാജ്യസഭ ഹാസ് ഓൺലി ലിമിറ്റഡ് പവേഴ്സ് എന്നുള്ള കാര്യം ഓർക്കണം. കാരണം രാജ്യസഭയ്ക്ക് ഈ ബില്ല് വെച്ചുകൊണ്ടിരിക്കാൻ 14 ദിവസമേ സാധിക്കുകയുള്ളൂ. 14 ദിവസം വേണമെങ്കിൽ വെച്ചുകൊണ്ടിരുന്ന് ചർച്ച ചെയ്യാം. 14 ദിവസത്തിനുള്ളിൽ ഇതെങ്ങാൻ ഇത് പാസ്സാക്കി ലോക്സഭയ്ക്ക് തിരികെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ലോക്സഭ തീരുമാനിക്കും എങ്ങനെയാണോ ഞങ്ങൾ ഈ ബില്ല് രാജ്യസഭയ്ക്ക് കൈമാറിയത് ആ രൂപത്തിൽ അവർ പാസ്സാക്കി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ആ ബില്ലിനെ ലോക്സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ പാസ്സാക്കാനായിട്ട് സാധിക്കും. ഇനി ഇൻ കേസ് 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭ ഈ പറഞ്ഞ പോലെ അതിന്മേൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വരുത്തി ലോക്സഭയ്ക്ക് കൊടുത്തെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ലോക്സഭയ്ക്ക് വേണമെങ്കിൽ ആ കറക്ഷൻസ് അംഗീകരിക്കാം, വേണമെങ്കിൽ എന്നുള്ള പോയിന്റേ ഉള്ളൂ, വേണമെങ്കിൽ ആ കറക്ഷൻസ് അംഗീകരിക്കാം. ഇനി ആ കറക്ഷൻസ് ഒന്നും അംഗീകരിച്ചില്ലെങ്കിലും എന്ത് കുഴപ്പമില്ല, ലോക്സഭയ്ക്ക് കുഴപ്പമില്ല. ലോക്സഭ എങ്ങനെയാണോ അത് രാജ്യസഭയിലേക്ക് കൊടുത്തുവിട്ടത് ആ രൂപത്തിൽ തന്നെ ആർക്ക് ഇത് പാസ്സാക്കാൻ പറ്റും? ലോക്സഭയ്ക്ക് ഇത് പാസ്സാക്കാൻ പറ്റും. ഇതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞത് മണി ബില്ലുകളുടെ കാര്യത്തിൽ ലോക്സഭയ്ക്കാണ് കൂടുതൽ പവർ കമ്പയർ ടു രാജ്യസഭ. രാജ്യസഭയെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ അധികാരം മണി ബില്ലിന്റെ കാര്യത്തിൽ ആർക്കാണ്? ലോക്സഭയ്ക്കാണ് ഉള്ളതെന്നുള്ള കാര്യം പറയുന്നത്. ഇനി അടുത്തതാണ് 1-2 കാര്യം കൂടി എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഈ ലോക്സഭ അക്സെപ്റ്റ് റെക്കമെൻഡേഷൻ, ആ രാജ്യസഭ കൊടുത്ത റെക്കമെൻഡേഷൻ എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ മോഡിഫൈഡ് രൂപത്തിൽ 2 സഭകൾ ചേർന്നതിനെ പാസ്സാക്കി വിടുന്നു. ഇല്ലെങ്കിൽ എന്തായിരിക്കും? ലോക്സഭ ഏത് രൂപത്തിലാണെന്ന് രാജ്യസഭയിലേക്ക് അയച്ചു കൊടുത്ത് ആ രൂപത്തിലായിരിക്കും ഇതിനെ പാസ്സാക്കി എടുക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, രാജ്യസഭയ്ക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ബില്ല് തിരികെ കൊടുക്കാൻ പറ്റത്തില്ല. മീൻസ് റിട്ടേൺ ഒന്നുകൂടെ പരിശോധിക്കുക, ഇതിനകത്ത് തെറ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരികെ ലോക്സഭയിലേക്ക് കൊടുക്കാനൊക്കെ പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർക്കുക. 14 ദിവസം വേണമെങ്കിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാം എന്നത് മാത്രമേ ഉള്ളൂ രാജ്യസഭയ്ക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ലോക്സഭ ഹാസ് മോർ പവേഴ്സ് ആൻഡ് രാജ്യസഭ വിത്ത് റെഗാർഡ് ടു മണി ബിൽസ് എന്ന് പറയപ്പെടുന്നത്. ദെൻ ഈ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്,
മണി ബില്ല് നമ്മൾ ഫൈനൽ ഒപ്പുവെക്കാനായിട്ട് പ്രസിഡന്റിനെ കൊടുക്കണമല്ലോ. പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഹി ഓർ ഷി കനോട്ട് റിട്ടേൺ ദ ബിൽ ഫോർ റീകൺസിഡറേഷൻ. ഇത് ഒന്നുകൂടെ പരിശോധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പ്രസിഡന്റിന്. പ്രസിഡന്റ് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യാം, മീൻസ് അംഗീകരിച്ചു കൊടുക്കാം, മീൻസ് ആ ബില്ല് അംഗീകരിച്ചു കൊടുക്കാം. ഹി മേ ഗീവ് ഓർ വിത്ത് ഹോൾഡ് ഹിസ് അസറ്റ്, ഒന്നെങ്കിൽ അതിൽ ഒപ്പിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒപ്പിടാണ്ട് അത് വെച്ചോണ്ടിരിക്കാം. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, തിരികെ കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കും. കാരണം യൂഷ്വലി പറഞ്ഞത് പാസ്സാകാറുണ്ട്. കാരണം മണി ബില്ല് അവതരിപ്പിക്കുന്നത് തന്നെ പ്രസിഡന്റ് റെക്കമെൻഡേഷനോടുകൂടിയാണ് ഈ സാധനം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് യൂഷ്വലി പാസ്സായി പോവുകയാണ് ചെയ്യാറുള്ളത്. ഇനി സഭയിൽ എത്തിക്കഴിയുമ്പോൾ ഈ ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ സർട്ടിഫൈ ചെയ്യും. ഒരു തർക്കം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സർട്ടിഫൈ ചെയ്യുന്ന ആരാണ്? സ്പീക്കർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ ഈ പറഞ്ഞ പോലെ ലോക്സഭയുടെ സ്പീക്കറാണ്, സ്പീക്കർ ഓഫ് ലോക്സഭയാണ് സർട്ടിഫൈ ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, അതിന്മേലാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ സർട്ടിഫൈ ചെയ്യുന്ന അന്തിമമാണോ എന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പൊ സുപ്രീം കോടതി എന്ത് ചെയ്യാൻ പോകുന്നത്, അത് ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ചർച്ച ചെയ്ത് ഈ പറഞ്ഞ പോലെ തീരുമാനം എടുക്കാനായിട്ട് പോകുന്നത്. ബട്ട് അങ്ങനെ തീരുമാനമൊന്നും ആയിട്ടില്ല, ചർച്ച തുടങ്ങുന്നു, ഹിയറിംഗ് തുടങ്ങുന്നു എന്ന് മാത്രമേ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടും ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിച്ചിരിക്കുക. എക്സാമിന് പോയത് നമുക്ക് ആ മണി ബില്ലുമായിട്ട് പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യണം. WP-യുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ സോഴ്സ് ടു 16-month ഹൈ. അതായത് 16 മാസം ഏറ്റവും വലിയ WP ഇൻഫ്ലേഷൻ ആണ് നിലവിൽ നമ്മുടെ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പറഞ്ഞായിരുന്നു അല്ലെ, നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI ഇൻഡെക്സും പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഉയർന്നിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടിനകത്ത് കോമൺ ആയിട്ടുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്തും WP-ക്കകത്തും ഒക്കെ തന്നെ കോമൺ ആയിട്ട് മെഷർ ചെയ്യുന്ന കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ആ കോമൺ കമ്പോണൻസിൽ വില വ്യത്യാസങ്ങൾ മെയിൻലി വരുമ്പോഴാണ് ഈ രണ്ടിനകത്ത് ഒരേപോലെ വർധന വരുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പണി ഒപ്പിച്ചിരിക്കുന്നത്. ഫുഡ് ഇൻഫ്ലേഷൻ ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ മാസത്തിലെ ഫുഡ് ഇൻഫ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ 22 മാസത്തെ ഏറ്റവും വലിയ വിലക്കയറ്റമാണ് ആഹാര സാധനങ്ങളിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ നേരിടുന്നത്. പച്ചക്കറികളൊക്കെ തന്നെ ആ രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്. ആ ഫുഡ് ഇൻഫ്ലേഷൻ ആണ് ഒരു പരിധി വരെ പറയുവാണെങ്കിൽ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ മുകളിലേക്ക് കയറ്റിയത്. ഇപ്പോൾ ആരെ മുകളിലേക്ക് കയറ്റിയിരിക്കുന്നത്? WP ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനെ മുകളിലേക്ക് കയറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ WP-യുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. പക്ഷേ ഇതിന് ഒന്ന് രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും കമ്പയർ ചെയ്യുമ്പോഴേക്കും രണ്ടിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് ചില സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഫുഡ് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഫുഡും മെഷർ ചെയ്യും, അവിടെ ഏതും മെഷർ ചെയ്യും, നമ്മുടെ സർവീസസും, അല്ലെങ്കിൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ്സും സർവീസസും ഒരുപോലെ എവിടെ മെഷർ ചെയ്യപ്പെടും? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്ത് മെഷർ ചെയ്യപ്പെടും. എന്നാൽ WP-ക്കകത്ത് ഏത് മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ? ഗുഡ്സും മാത്രമേ ഉള്ളൂ. അത് ഇതിനകത്ത് പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്ത് ഗുഡ്സും സർവീസസും മെഷർ ചെയ്യപ്പെടും. എന്നാൽ WP-ക്കകത്ത് ഏത് മാത്രമാണ് മെഷർ ചെയ്യുന്നത്? ഗുഡ്സ് മാത്രമേ മെഷർ ചെയ്യപ്പെടുള്ളൂ, സർവീസസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. ഇനി അടുത്ത ഒന്ന് രണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സോ WP മെഷേഴ്സ് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് മാത്രമാണ്. ഗുഡ്സ് സോൾഡ് ആൻഡ് ട്രേഡ് ഇൻ ബൾക്ക് ബൈ ദ ഹോൾസെയിൽ ബിസിനസ്സസ് ടു അതർ ബിസിനസ്സസ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഒരു സാധനം നമ്മുടെ കൈകളിൽ എത്തുന്നത് റീറ്റെയിൽ ഷോപ്പ് വഴിയാണ് അല്ലേ. റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ കസ്റ്റമർ ഇവിടെ വന്നിട്ടാണ് ഈ പറഞ്ഞ കസ്റ്റമർ സാധനങ്ങൾ മേടിക്കുന്നത്. ഈ റീറ്റെയിൽ ഷോപ്പിനെ ഇവിടെ ഈ ഉള്ള മാനുഫാക്ചർ ഉണ്ടല്ലോ, ഈ മാനുഫാക്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ആരാണ്? ഹോൾസെയിൽ ഡീലറാണ് കണക്ട് ചെയ്യുക. കാരണം ഹോൾസെയിൽ ഡീലർ മാനുഫാക്ചറിനെ സാധനം മേടിച്ച് അത് ഓരോ റീറ്റെയിൽ ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ആ റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്നാണ് നമ്മൾ സാധനം മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് സ്റ്റേജുകളിൽ മാനുഫാക്ചർ തീർച്ചയായിട്ടും അനുഭവപ്പെടുന്ന വിലക്കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ഈ പറഞ്ഞ പോലെ ഓണ്ടർപ്രണർഷിപ്പ് ക്യാപിറ്റൽ, അങ്ങനെ ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ രീതിയിൽ വരുന്ന വിലക്കയറ്റമാണ് മാനുഫാക്ചറിന് രേഖപ്പെടുന്നത്. ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് ആര് ചെയ്യുന്നത്? ഹോൾസെയിൽ ഡീലർ. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഈ പുള്ളി അനുഭവപ്പെടുന്ന ഹോൾസെയിൽ ഡീലർ അനുഭവപ്പെടുന്ന വിലക്കയറ്റം എവിടെയായിരിക്കും? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന് അനുഭവപ്പെടുന്ന വിലക്കയറ്റം വരും, ഫ്യൂവലിന്റെ കാര്യത്തിലേക്ക് വരുന്ന വിലക്കയറ്റം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഇന്ത്യൻ മനസ്സിലാക്കാം. ഇപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വർധനമുണ്ട്, അല്ലെങ്കിൽ ഹോൾസെയിൽ ലെവൽ ഇൻഫ്ലേഷൻ അനുഭവപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത മാസങ്ങളിൽ ഈ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഇങ്ങോട്ടേക്ക് കസ്റ്റമറിലേക്ക് വരും. കാരണം ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ തന്നെ അധിക ചിലവ് അവർ സഹിക്കത്തില്ലോ. അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, കൺസ്യൂമേഴ്സിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് ഇത് ട്രാൻസ്ഫർ. അപ്പൊ നമ്മൾ ഓൾ ഓവർ ഈ വരുന്ന മാസങ്ങളിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഉയരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ മൂന്ന് ലെവലിൽ നമ്മൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ ലെവൽ മെഷർ ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ ഈ പ്രൊഡ്യൂസർ ലെവലിൽ നിലവിൽ നമ്മൾ ഇവിടെ മെഷർ ചെയ്യുന്നില്ല. കാരണം പ്രൊഡ്യൂസർ ലെവലിൽ നിലവിൽ നമ്മൾ ഈ WP-ക്കകത്ത് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. ഇന്ത്യയിലെ നിലവിൽ WP-ക്കകത്ത് തന്നെ ഏത് മെഷർ ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസർ ലെവലും മെഷർ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ പുറത്തെ രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്. അത് പ്രൊഡ്യൂസറിന്റെ തന്നെ ആംഗിൾ മെഷർ ചെയ്യുന്നത്. ബട്ട് ഇന്ത്യയിൽ അത് ഇപ്പം ഇല്ല. നമ്മൾ ഇപ്പം മാനുഫാക്ചറിംഗ് കൂടെ എവിടെയാണ് മെഷർ ചെയ്യുന്നത്? ഹോൾസെയിൽ ലെവലിലാണ് മെഷർ ചെയ്യുന്നത്. ഇനി ഇത് മന്ത്ലി പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ, അത് കാര്യം ഓർത്തിരിക്കണം. മന്ത്ലി പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ്, അല്ലാണ്ട് ഇയർലി ഒന്നുമല്ല. മന്ത്ലി ഈ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യും.
then ഇത് പബ്ലിഷ് ചെയ്യുന്ന ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ആ കാര്യം ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ ഈ പറഞ്ഞ ഇതിനകത്ത് പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ ഓർത്തിരിക്കണം. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പ്രൈമറി ആർട്ടിക്കിൾസ്, ഫ്യൂവൽ ആൻഡ് പവർ, മാനുഫാക്ചർ പ്രോഡക്ട്സ്. WPക്ക് അത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള മാനുഫാക്ചർ പ്രോഡക്ട്സ് ആണ്. ഗുഡ്സ് നമ്മൾ പറഞ്ഞല്ലോ, മാനുഫാക്ചർ പ്രോഡക്ട്സിനാണ്, എഞ്ചിനീയർഡ് ഗുഡ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്, 64%. എന്നാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്താണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഫുഡ് ഐറ്റംസിനാണ്, ഫുഡ് ആൻഡ് ബിവറേജസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഇവിടെയും ഫുഡ് ആൻഡ് ബിവറേജസ് വരുന്നുണ്ട്, പക്ഷെ അതിന് സ്ലൈറ്റ് മീൻസ് കുറച്ച് പ്രാധാന്യമുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് മാനുഫാക്ചർഡ് പ്രൊഡക്ട്സിനാണ്. WPക്ക് അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മാനുഫാക്ചർഡ് പ്രൊഡക്ട്സിനാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഫുഡിനാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ വിലക്കയറ്റം മെഷർ ചെയ്യാനായിട്ട് RBI ഉപയോഗിക്കുന്ന ഇതിൽ ഏത് ഇൻഡെക്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. നേരത്തെ ഏകദേശം 2014 കാലഘട്ടം വരെ, 14-15 കാലഘട്ടം വരെ RBI ഉപയോഗിച്ചിരുന്നത് WP ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രസന്റ്ലി ഈ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? പ്രസന്റ്ലി RBI ഉപയോഗിക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ടോപ്പിക്കിൽ നമുക്ക് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇന്ത്യ ആൻഡ് റഷ്യ ഹാവ് ഡബിൾഡ് റൂബിൾ പേയ്മെന്റ്സ് ഇൻ 2024 എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിൽ കരാറുകൾ, ഈ പറഞ്ഞ ട്രേഡുകൾ സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് നടത്തിയ ഒരു എഗ്രിമെന്റ് ആണ് റൂബിൾ എഗ്രിമെന്റ്. ഇരു രാജ്യങ്ങളിലെ സ്വന്തം ലോക്കൽ കറൻസിയിൽ എന്ത് ചെയ്യുന്നു? ആ ട്രേഡ് നമ്മൾ പൂർത്തീകരിക്കുന്നു, ആ ട്രേഡ് സെറ്റിൽമെന്റ് ഒക്കെ ചെയ്തു കൊടുക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ നമ്മുടെ റഷ്യ ഈ പറഞ്ഞ പോലെ ഉക്രൈനെ ആക്രമിച്ചു. അപ്പോൾ വിദേശ രാജ്യങ്ങൾ, എസ്പെഷ്യലി അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ റഷ്യയുടെ മുകളിൽ എക്കണോമിക് സാങ്ഷൻസ് ഏർപ്പെടുത്തി. ട്രേഡ് നടത്താൻ അവർക്ക് പറ്റാതെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് സ്വിഫ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇന്റർനാഷണൽ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് സ്വിഫ്റ്റ്. ഓക്കെ, ഒരു മിനിറ്റ്. സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതായത് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നല്ലോ. അവിടെ പൈസ കിട്ടി, ഇവിടെ ക്രെഡിറ്റ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ വരുന്നത് അത് ഈ സ്വിഫ്റ്റ് പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നത്. അപ്പോൾ ഈ എക്കണോമിക് സാങ്ഷൻസ് വന്നു കഴിയുമ്പോഴേക്കും റഷ്യ എവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടു? സ്വിഫ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റഷ്യ എന്ത് ചെയ്തു? ഇൻഡിവിജ്വൽ രാജ്യങ്ങൾ, എസ്പെഷ്യലി നമ്മളുമായിട്ടും പിന്നെ ചൈനയായിട്ടൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള അവരുടെ സ്വന്തം ലോക്കൽ കറൻസിയിൽ ട്രേഡ് നടത്താനായിട്ട് ഇപ്പം റഷ്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡ് നടന്നാൽ മതിയല്ലോ, ഏത് കറൻസിയിൽ വേണമെങ്കിലും നമുക്ക് സെറ്റിൽ ചെയ്യാം, ട്രേഡ് കൃത്യമായിട്ട് നടന്നാൽ മതി. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പം നമുക്കാണല്ലോ ലാഭം. അതുകൊണ്ടാണ് റീസെന്റ് പറയുവാണെങ്കിൽ Q4 ലാസ്റ്റ് വർഷത്തെ Q4 നോക്കുവാണെങ്കിൽ, Q4 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ജനുവരി തൊട്ടിട്ട് മാർച്ച് വരെയുള്ളതാണ് Q4 എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വാർട്ടർ ഫിനാൻഷ്യൽ ഇയറിൽ ഈ മാസങ്ങളിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മീൻസ് ഇമ്പോർട്ടൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു, എന്നാലും ഇമ്പോർട്ടിന്റെ കോസ്റ്റ് താരതമ്യം ഇച്ചിരി കുറവുണ്ടായിരുന്നു. കാരണം ഈ റൂബിളിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാരണം നമുക്ക് ഒരുപാട് ട്രേഡ് ആനുകൂല്യങ്ങളൊക്കെ ഇപ്പോൾ റഷ്യ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ Q4 അത്യാവശ്യം നമുക്ക് ട്രേഡ് സർപ്ലസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അതിന്റെ അടുത്ത ഒരു ആർട്ടിക്കിളും ഈ ട്രേഡുമായിട്ട് ബന്ധം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുക, ഈ റഷ്യൻ ഇന്ത്യയുമായിട്ട് നമ്മൾ ഇങ്ങനെ റൂബിൾ എഗ്രിമെന്റ് ഒപ്പിട്ടു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊന്ന് പഠിക്കണം, നോസ്ട്രോ അക്കൗണ്ട്, വോസ്ട്രോ അക്കൗണ്ട്. അതായത് ഈ നോസ്ട്രോ അക്കൗണ്ടും വോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെയിം സാധനം തന്നെ, രണ്ട് പെർസ്പെക്റ്റീവിൽ പറയുന്നുള്ളൂ. ആദ്യം നമുക്ക് നോക്കാം വോസ്ട്രോ. വോസ്ട്രോ എന്ന് പറഞ്ഞാൽ യുവർ മണി, ലാറ്റിൻ വാക്കുകളാണ്. യുവർ മണി ഓൺ ഡിപ്പോസിറ്റ് അറ്റ് അവർ ബാങ്ക് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പം ഇന്ത്യയിലെ SBI, ഓക്കെ, ഇത് ഇന്ത്യയുടെ SBI എന്ന് വിചാരിച്ചോ. ഈ ഇന്ത്യയുടെ SBIയിൽ റഷ്യ, ഇവിടെ റഷ്യയാണ്. ഈ റഷ്യയിലുള്ള ഒരു ബാങ്ക് ആണ് എ എന്ന് പറയുന്നത്. ഈ എ എന്ന് പറയുന്ന റഷ്യയിലെ ബാങ്ക് SBIയിൽ വന്നിട്ട്, ഓക്കെ, ഈ എ എന്ന് പറയുന്ന ഒരു ബാങ്ക് എ എന്ന് പറയുന്ന റഷ്യയുടെ ബാങ്ക് നമ്മുടെ ഇവിടുത്തെ SBIയിൽ വന്നു. ഇത് ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ SBIയിൽ വന്നിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഒരു അക്കൗണ്ട് ബേസിക്കലി ഓപ്പൺ ചെയ്യാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഈ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? വോസ്ട്രോ അക്കൗണ്ട്. അതായത് റഷ്യയിലെ ഒരു ബാങ്ക് എ ഇന്ത്യയിലെ ബാങ്കായ SBIയിൽ വന്നിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഈ അക്കൗണ്ട്, ഈ SBIയിൽ ഓപ്പൺ ചെയ്ത അക്കൗണ്ടിന്റെ പേരാണ് വോസ്ട്രോ അക്കൗണ്ട്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കിയാൽ, യുവർ മണി ഓൺ ഡിപ്പോസിറ്റ് അറ്റ് അവർ ബാങ്ക്. അതായത് നമ്മളപ്പോൾ റഷ്യയിലെ ബാങ്കിലോട് പറയുകയാണ് യുവർ മണി ഓൺ ഡിപ്പോസിറ്റ് അറ്റ് അവർ ബാങ്ക് എന്ന് പറയുന്നതാണ് വോസ്ട്രോ. ഇത് നേരെ തിരിച്ചാലോചിക്കുക. അതായത് ഇപ്പൊ റഷ്യ ആലോചിക്കുന്നത് എന്താണ്? അവർ മണി ഓൺ ഡിപ്പോസിറ്റ് അറ്റ് യുവർ ബാങ്ക്. റഷ്യ പറയുന്നത് അവർ മണി ഓൺ ഡിപ്പോസിറ്റ് അറ്റ് യുവർ ബാങ്ക് എന്ന് പറയുന്നതിനാണ് നോസ്ട്രോ അക്കൗണ്ട്. അപ്പൊ രണ്ടറ്റം എന്ന് വിചാരിച്ചാൽ മതി, സെയിം സാധനം തന്നെ രണ്ടറ്റത്ത് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും SBIയിൽ വന്നിട്ട് റഷ്യയുടെ ബാങ്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും സാധനം റഷ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും സാധനം നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് പൈസ കൊടുക്കണമല്ലോ. ആ പൈസ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എ എന്നുള്ള റഷ്യയുടെ സ്വന്തം ബാങ്കായ എയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഏതിലായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്? നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഇന്ത്യൻ റുപ്പിയാണ്, ആ ഇന്ത്യൻ റുപ്പിയിൽ എന്ത് ചെയ്താൽ മതി? ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. INR ഇന്ത്യൻ റുപ്പിയിൽ നമ്മൾ അക്കൗണ്ട് ഇട്ട് കൊടുക്കും.
ഇത് എപ്പം റഷ്യക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യ എന്തെങ്കിലും സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ, ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പേയ്മെന്റ് തരണല്ലോ. ആ പേയ്മെന്റ് എന്ത് ചെയ്യാം, ഈ എ എന്നുള്ള അക്കൗണ്ട്, ഈ എ എന്നുള്ള ബാങ്കിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ഇന്ത്യൻ റുപ്പി എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പേയ്മെന്റ് നടത്താൻ പറ്റും. അപ്പൊ രണ്ട് രീതിയിൽ ഈ പറഞ്ഞ പോലെ ട്രേഡ് സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്തോളും. അപ്പൊ ഇങ്ങനെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നതും ആ ട്രേഡ് നല്ല സ്മൂത്ത് ആയിട്ട് ഇപ്പൊ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഹെഡ്ലൈൻ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ആൻഡ് റഷ്യ ഹാവ് ഡബിൾഡ് റുപ്പി റൂബിൾ പേയ്മെന്റ്സ് ഇൻ 2024 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് പഠിക്കുക, വോസ്ട്രോ അക്കൗണ്ടും നോസ്ട്രോ അക്കൗണ്ടും എന്താണെന്ന് മെയിൻലി പഠിച്ചാൽ മതി. വോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഹെൽഡ് ബൈ എ ഫോറിൻ ബാങ്ക് ഇൻ ഡൊമസ്റ്റിക് കറൻസി അറ്റ് അവർ ബാങ്ക്. നമ്മുടെ സ്വന്തം രാജ്യത്ത് ഒരു ബാങ്കിൽ നമ്മുടെ സ്വന്തം കറൻസിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ് വോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. നോസ്ട്രോ നേരെ തിരിച്ചാലോചിച്ചാൽ മതി, അക്കൗണ്ട് ഹെൽഡ് ബൈ അവർ ബാങ്ക് ഇൻ ഫോറിൻ കറൻസി അറ്റ് അനദർ ബാങ്ക്. ഓക്കെ, അതിപ്പം SBI പോയിട്ട് റഷ്യയിലെ ഒരു ബാങ്കിൽ ഇതേപോലെ പരിപാടി ചെയ്യാന്ന് വെച്ചാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അവിടുത്തെ സ്വന്തം റഷ്യയുടെ സ്വന്തം ലോക്കൽ കറൻസിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പറയും അക്കൗണ്ട് ഹെൽഡ് ബൈ അവർ ബാങ്ക് SBI ഇൻ ഫോറിൻ കറൻസി. അപ്പൊ SBI അവിടെ റഷ്യയിൽ പോയിട്ട് റൂബിളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഫോറിൻ കറൻസി അനദർ ബാങ്ക് ഇസ് നോൺ ആസ് നോസ്ട്രോ. ആ നേരെ തിരിച്ച് നമ്മൾ നേരെ പറയുമ്പോഴേക്കും എന്തായിട്ട് പറയപ്പെടും, വോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയപ്പെടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇമ്പോർട്ട്സ് കണ്ടിന്യൂ ടു ഔട്ട്പേസ് ഗ്രോയിങ് എക്സ്പോർട്സ്, ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻസ് ബൈ 9.4%. ഇതിനെയാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് Q4 ഡേറ്റ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ പറഞ്ഞ പോലെ നമുക്ക് സർപ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സർപ്ലസ് എന്ന് പറയുമ്പോഴേക്കും എന്താ, ലാസ്റ്റ് Q4 2023-24 ഫിനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റ് Q4 പരിശോധിച്ചപ്പോൾ ട്രേഡിന്റെ കാര്യത്തിൽ നമുക്ക് സർപ്ലസ് ആയിരുന്നു. സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പോർട്ട് ഗ്രേറ്റർ ദാൻ അവർ ഇമ്പോർട്ട് വരുമ്പോഴേക്കുമാണ് നമുക്ക് ട്രേഡ് സർപ്ലസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ചെറിയ കാര്യമായിരുന്നില്ല, കാരണം ഏകദേശം 2.5 വർഷം, ഏകദേശം 30 മാസം എന്ന് പറയുമ്പോഴേക്കും 2.5 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്ക് കറണ്ട് അക്കൗണ്ടിൽ ഒരു സർപ്ലസ് ഉണ്ടാകുന്നത്. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ വാർത്തയിലൊക്കെ പ്രാധാന്യമായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചു വന്നിരിക്കുകയാണ്. അടുത്ത നമ്മുടെ പുതിയ ഫിനാൻഷ്യൽ 2024-25 ഫിനാൻഷ്യൽ ഇയറിന്റെ ഫസ്റ്റ് Q1 എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഏപ്രിൽ മെയ് ജൂൺ ഈ 3 മാസത്തെ Q1 ഡേറ്റ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വന്ന എന്താണ്, ഇമ്പോർട്ട് നല്ല രീതിയിൽ കൂടി, എക്സ്പോർട്ടിനെ ഓവർടേക്ക് ചെയ്ത് ആര് കൂടി, ഇമ്പോർട്ട് കൂടി. അതുകൊണ്ട് തന്നെ ട്രേഡ് ഡെഫിസിറ്റ് വന്നു. ആൻഡ് ദാറ്റ് ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻസ് ബൈ 9.4% ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ചെയ്തു. അതായത് ഏകദേശം പറയുവാണെങ്കിൽ 21 കോടി രൂപയുടെ അപ്രോക്സിമേറ്റ്ലി $21 ബില്യൺ US ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ് വന്നത്. ഓക്കെ, ഈ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എക്സ്പോർട്ട് വളർന്നായിരുന്നു. 2.5% കണ്ട് എക്സ്പോർട്ട് വളർന്നായിരുന്നു. അതായത് $35.2 ബില്യൺ എക്സ്പോർട്ട് വളർന്നായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇമ്പോർട്ടും വളർന്നുപോയി. ഇമ്പോർട്ട് ഏകദേശം 56.2 ബില്യൺ നമുക്ക് ഇമ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് തമ്മിൽ ടാലി ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി $21 ബില്യൺ ഡെഫിസിറ്റ് നെഗറ്റീവ്. 56 ബില്യൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, 35 ബില്യൺ നമ്മൾ കയറ്റുമതി ചെയ്തു. അപ്പൊ ഇതിന്റെ തമ്മിൽ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അപ്രോക്സിമേറ്റ്ലി $21 ബില്യൺ നമുക്കൊരു ട്രേഡ് ഡെഫിസിറ്റ് ആണ് കണ്ടതിട്ടുണ്ടായത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഏതൊക്കെ മേഖലയിലാണ് എക്സ്പോർട്ട് കൂടിയെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. എക്സ്പോർട്ട് കൂടിയത് നമ്മുടെ ഇലക്ട്രോണിക് ഗുഡ്സിന്റെ കാര്യത്തിൽ. ഓക്കെ, ഇലക്ട്രോണിക് ഗുഡ്സിന്റെ കാര്യത്തിൽ എക്സ്പോർട്ട് കൂടി, മീൻസ് മെയിൻലി എഞ്ചിനീയറിംഗ് ഗുഡ്സിന്റെ കാര്യത്തിലാണ്. എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക് ഗുഡ്സിന്റെ കാര്യത്തിൽ എക്സ്പോർട്ട് വർദ്ധിച്ചായിരുന്നു. 10.3% നിന്ന് 16.9% വർദ്ധിച്ചായിരുന്നു. അതേപോലെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, കെമിക്കൽസ്, കോഫി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ഒരുപാട് കയറ്റുമതി ചെയ്യപ്പെട്ട എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഈ ഒരു ആർട്ടിക്കിൾ നിന്ന് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ 4 ടോപ്പിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ടോപ്പിക് ആയിരുന്ന മണി ബിൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റും വായിച്ച് നോക്കിയിട്ട് ഏതാണ് ഇൻകറക്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആൻസർ നിങ്ങൾ മറക്കാതെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.